ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ നമ്മുടെ നാഡീഞരമ്പുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ അവയുടെ ഫങ്ഷൻസിനെ നോർമൽ രീതിയിൽ നടക്കാൻ സഹായിക്കുന്നതും അവയ്ക്കുണ്ടാകുന്ന ഡാമേജുകളെ തടുക്കുന്നതുമായിട്ടുള്ള വിറ്റാമിനുകളും അവ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുമാണ്. നമുക്ക് ഈ വിറ്റാമിൻസുകളും അതുപോലെ ഇതിൽ മിനറൽസുകളും ധാരാളമായിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ നെർവ്സിനുണ്ടാകുന്ന ഡാമേജുകൾ മൂലം നമുക്ക് കൈകാലുകളിൽ തരിപ്പ് അനുഭവപ്പെടാം, അതുപോലെ തന്നെ ചുട്ടുപുകച്ചൽ അനുഭവപ്പെടാം, കാലുകൾക്കൊക്കെ ബലമില്ലായ്മ, ഒരു തളർച്ചയൊക്കെ അനുഭവപ്പെടാം. ഇതൊക്കെയാണ് ഞരമ്പുകൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നാഡികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം നമുക്ക് വരുന്ന സിംറ്റംസ്. ഇനി നമുക്ക് വിറ്റാമിനുകളിലേക്ക് വന്നാൽ ആദ്യമായിട്ട് വേണ്ടത് B1 ആണ്, അതായത് തയാമിൻ. രണ്ടാമത്തേത് B6 ആണ്, പിറിഡോക്സിൻ. അതുപോലെ B12. ഈ 3 വിറ്റാമിൻസുകളും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നെർവ്സിനുണ്ടാവുന്ന B1ഉം B6 എന്ന് പറയുന്നത് നമുക്ക് നെർവ്സിലെ സിഗ്നൽസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വിറ്റാമിനുകളാണ്. അതുപോലെ B12 എന്ന് പറയുന്നത് നമ്മുടെ നെർവ്സിന് ഉണ്ടാവുന്ന കവറിങ്, അതായത് മൈലിൻ ഷീറ്റിനെ ഹെൽത്തിയായി ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് B12 ആണ്. B12നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ ഈ 3 വിറ്റാമിൻസുകളും നമുക്ക് ധാരാളമായിട്ട് ആവശ്യമായിട്ടുണ്ട്. B1, B6ഉം B12ഉം അടങ്ങിയിട്ട് കോമൺ ആയിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മീറ്റാണ്. മീറ്റിൽ പോർക്കിലൊക്കെ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴി, താറാവ് മുതലായ മാംസങ്ങളിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. ഫിഷുകളിലേക്ക് വരികയാണെങ്കിൽ വളരെ ഫ്ലഷി ആയിട്ടുള്ള ചൂര, അതുപോലെ ചെമ്പല്ലി പോലുള്ള മത്സ്യങ്ങളിലും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുട്ടയിലും ഇത് വളരെയധികം ഉണ്ട്. പിന്നെ ഉള്ളത് ബ്രൗൺ റൈസിലാണ്. ബ്രൗൺ റൈസിൽ B1 വളരെയധികം അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഓറഞ്ചിൽ B1 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവർ സീഡിലും അതുപോലെ ഫ്ലാക്സ് സീഡ്സിലും ധാരാളമായിട്ട് B1 അടങ്ങിയിട്ടുണ്ട്. പിന്നെ B6ലേക്ക് വരുവാണെങ്കിൽ ചീരയിലും അതുപോലെ തന്നെ അവക്കാഡോയിലും ധാരാളമായിട്ട് B6 അടങ്ങിയിട്ടുണ്ട്. B12 എന്ന് പറയുന്നത് നമ്മുടെ ഡയറി പ്രൊഡക്ട്സിൽ പാലുൽപ്പന്നങ്ങളിലും ധാരാളമായിട്ട് B12ഉം അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ B6 നമ്മൾ ഹൈ ഡോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ നെർവിനെ ഡാമേജ് ചെയ്യാനും കാരണമാകും. അതുകൊണ്ട് ഇതിൻ്റെ അളവ് നമ്മൾ വളരെ മിതമായിട്ട് മാത്രം കഴിക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക. നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് ഡോക്ടറെയൊക്കെ കണ്ടിട്ട് മാത്രം എടുക്കുക. ഇതിൻ്റെ ഹൈ ഡോസ് നെർവ് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ B6 നമ്മുടെ B12ൻ്റെ ആഗിരണത്തെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 വിറ്റാമിൻസും നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് വിറ്റാമിൻ D ആണ്. വിറ്റാമിൻ D നെർവ് സെൽസിനെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെർവ് സെൽസിന് വേണ്ട കാൽസ്യത്തിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യുന്നതും വിറ്റാമിൻ D ആണ്. ഈ വിറ്റാമിൻ D നമ്മുടെ ന്യൂറോ ഡീജനറേറ്റീവായി വരുന്ന അസുഖങ്ങൾ, അതായത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ Dയും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വിറ്റാമിൻ D ധാരാളമായിട്ട് നമുക്ക് ഫിഷിൽ, അയല, മത്തി പോലുള്ള മത്സ്യങ്ങളിൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് മുട്ടയിൽ ലഭിക്കും. പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മഷ്റൂംസിൽ ഇത് ധാരാളമായിട്ടുണ്ട്. മഷ്റൂം ഉപയോഗിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലുള്ള വിറ്റാമിൻ ഡിയുടെ അളവ് ഇത് കൂടാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും വിറ്റാമിൻ D കിട്ടുന്നതാണ്. ഒരു 15 മിനിറ്റൊക്കെ നമ്മൾ ഒരു 10 മണി മുതൽ 3 മണിക്ക് ഇടയിലുള്ള വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴും വിറ്റാമിൻ D നമ്മുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇതും നമ്മുടെ നെർവ്സിൻ്റെ ഹെൽത്തിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്ത ഒരു വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ E ആണ്. വിറ്റാമിൻ Eയും നമ്മുടെ നെർവ് ഡാമേജ് ആവാതെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള നെർവിനെ റിപ്പയർ ചെയ്യാനും വിറ്റാമിൻ E സഹായിക്കുന്നുണ്ട്. വിറ്റാമിൻ E റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സൺഫ്ലവർ സീഡാണ്, ഇതിൽ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽമണ്ട്സിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നിലക്കടലയാണ്. നിലക്കടലയിലും ഇത് വിറ്റാമിൻ E ധാരാളമുണ്ട്. ബ്രക്കോളിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ വിറ്റാമിൻ E ആവശ്യത്തിനധികം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വേണ്ട ഒരു മിനറൽ എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യവും നമ്മുടെ നെർവ്സിൻ്റെ മൈലിൻ ഷീറ്റിനെ, അതിൻ്റെ കവറിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഗ്നീഷ്യവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള മത്സ്യങ്ങൾ, അതായത് ചൂര, അതുപോലെ തന്നെ ചെമ്പല്ലി പോലുള്ള മത്സ്യങ്ങളിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്.
അതുപോലെ പംകിൻ സീഡ്സിലും അതുപോലെ ചീരയിലുമൊക്കെ മഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അടുത്ത വേണ്ടത് എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമായിട്ട് ഓയിലി ഫിഷുകളിലാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതായത് നമ്മുടെ അയല, മത്തി പോലുള്ള മീനുകളിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാൽനട്ട്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് പോലുള്ള നട്ട്സിലും സീഡ്സിലും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ ഓവറോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞളാണ്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഘടകം നമ്മുടെ നെർവ്സിനെ വളരെയധികം ശക്തിപ്പെടുത്താനും അതുപോലെ നെർവ്സിനുണ്ടാകുന്ന ഡാമേജുകളെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾ നിങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ നെർവ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറക്കാൻ സഹായിക്കും. ഒരു സ്പൂൺ നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ പാലിലിട്ടിട്ട് ടെർമറിക് മിൽക്ക് ആക്കിയിട്ട് കുടിക്കാവുന്നതാണ്. ഇളം ചൂടോടുകൂടി കുടിക്കുന്നത് നെർവ്സിനുണ്ടാകുന്ന ഡാമേജുകളെ തടയാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്